ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് മാർക്കറ്റിൽ ആകെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഡേ ആണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഇന്ന് 26,068 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 124 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 480 പോയിൻറ്റ്സ് കുറഞ്ഞ് 58,867 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 687 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 60,276 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,847 ക്ലോസ് ചെയ്തപ്പോൾ 219 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും നല്ലൊരു ഇടിവാണെന്ന് കണ്ടത്. എബോ 1% ഇടിവ് കണ്ടു. ഇന്ത്യ വിക്സ് ഇന്ന് 13.63 ക്ലോസ് ചെയ്തിരുന്നത്. 12.37% അപ്പാണ് ഇന്ന് ഇന്ത്യ വിക്സ് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. സെൻസെക്സ് 85,231 ക്ലോസ് ചെയ്തപ്പോൾ 400 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 3,161 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഇന്ന് 1,766 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റി മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 26,013 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,910 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 26,052 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 26,192 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ അതായത് ഇന്ന് 26,068 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയിൽ 158 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ആകെ വീക്കിലി കാണാൻ സാധിക്കുന്നത്. 0.61% പ്രോഫിറ്റ് കാണാൻ സാധിച്ചു. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,068 ക്ലോസ് ചെയ്തപ്പോൾ 10.25% പ്രോഫിറ്റ് നിഫ്റ്റിയിൽ ഈ വർഷം കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 നവംബർ 30 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,068 നിൽക്കുമ്പോൾ 8.03% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മാരുതി സുസുക്കി 1.11% റാലി നടത്തി. മാക്സ് ഹെൽത്ത് കെയർ 1.04% റാലി നടത്തി. ഇന്റർഗ്ലോബ് 1%, M&M 0.89%, ടാറ്റ കൺസ്യൂമർ 0.78%, TMPV 0.68%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.59%, ITC 0.59%, ഇൻഫോസിസ് 0.55% ആൻഡ് ടെക് മഹീന്ദ്ര 0.38% റാലിയാണ് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ 2.76% ഫോളോ നടത്തി. ടാറ്റ സ്റ്റീൽ 2.59% ഫോളോ നടത്തി. JSW സ്റ്റീൽ 2.54%, ബജാജ് ഫിനാൻസ് 2.38%, SCL Tech 2.27%, Bajaj Finserv 2.06%, Eternal 1.61%, Bharat Electric 1.57%, Jio Finance 1.56% and Cipla 1.14% ഫോളോ നടത്തി. ഇതൊരു ബയേഴ്സ് സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഴ്ചത്തെ DIA ആക്ടിവിറ്റിയുടെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാ ദിവസവും DIA ബൈയിങ്ങിലായിരുന്നു. ആകെ 12,969 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഈ ആഴ്ച DIA. FII നോക്കിക്കഴിഞ്ഞാൽ മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്നീ 3 ദിവസങ്ങളിൽ FII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ബാക്കി ട്യൂസ്ഡേ അത് ഫ്രൈഡേ ഇന്നും കൂടെ ചേർത്ത് ഇന്ന് 2 ദിവസം നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ആകെ 188 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ടോട്ടൽ വീക്ക്ലി സമ്മറി FIIയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. ഇന്നത്തെ സെക്ടർ വൈസ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ നിഫ്റ്റി മെറ്റൽ ഇന്ന് എബൌട്ട് 2% ഫോളോ നടത്തി. നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി PSU ബാങ്ക് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബൌട്ട് 1% ഫോളോ കണ്ടു. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,537 ക്ലോസ് ചെയ്തപ്പോൾ 16 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 380 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,852 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,566 ക്ലോസ് ചെയ്യുമ്പോൾ 295 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 55,504 ക്ലോസ് ചെയ്യുമ്പോൾ 78 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 55 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,824 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9661 ക്ലോസ് ചെയ്യുമ്പോൾ 30 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 157 പോയിൻറ്റ്സ് കുറഞ്ഞ് 36,885 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1,444 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 243 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി ഇന്ന് 10,142 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,143 ക്ലോസ് ചെയ്തപ്പോൾ 64 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ
22,580 ക്ലോസ് ചെയ്തപ്പോൾ 106 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 121 പോയിൻറ്റ്സ് കുറഞ്ഞ് 8378 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 17 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 905 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സെക്ടർ വൈസ് ഇൻഡെക്സ് ഈ ആഴ്ചത്തെ, അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള സമ്മർ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT എന്നീ സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ബാക്കി എല്ലാ സെക്ടേഴ്സും വീക്ക്ലി സമ്മറിൽ റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബവ് 3% വലിയൊരു ഫോൾ കണ്ടു. നിഫ്റ്റി മീഡിയ എബവ് 2% ഫോൾ നടത്തി. നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് എബവ് 1% ഫോൾ കണ്ടു. നിഫ്റ്റി ഓട്ടോ 1.09% ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി എനർജി 1.13% ഫോൾ നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.27% റാലി നടത്തി. നിഫ്റ്റി FMCG 0.10% ഫോൾ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 0.32% ഫോൾ കണ്ടു. നിഫ്റ്റി ഇൻഫ്ര 0.44% റാലി നടത്തി. നിഫ്റ്റി IT 1.61% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 2.40% ഫോൾ നടത്തി. നിഫ്റ്റി മെറ്റൽ 3.36%. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.38%. നിഫ്റ്റി ഫാർമ 1.05%. നിഫ്റ്റി PSU ബാങ്ക് 0.25% ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 3.78% ഫോളാണെന്ന് ഈ ആഴ്ചയുടെ സമ്മറിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഫോളിലായിരുന്നു. ബാക്കി രണ്ട് സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 0.60% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 0.76% ഫോൾ കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 2.22% ഫോൾ കണ്ടു. സെൻസെക്സ് 0.79% റാലി നടത്തി. ഇത് ഈ ആഴ്ചത്തെ സമ്മറിയാണ്, മൺഡേ മുതൽ ഫ്രൈഡേ വരെ. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 697 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2132 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം.